ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു മനോഹരമായ വായനാനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു പുസ്തകം മുഴുവനായി ഒറ്റയിരുപ്പിൽ വായിച്ചത്. ഒരു ഓർമ്മ പുസ്തകമാണെങ്കിലും ജീവിത യാഥാർത്ഥ്യങ്ങൾ കഥകളേക്കാൾ സാഹിത്യത്തേക്കാൾ പൊള്ളിക്കുന്നതാണ്. മാതൃഭൂമി ബുക്സ് പബ്ലിഷ് ചെയ്ത ബാബു എബ്രഹാമിൻ്റെ കമ്പിളി കണ്ടത്തിലെ കൽഭരണികൾ എന്ന പുസ്തകത്തിൻ്റെ 30-ാം പതിപ്പാണ് ഞാൻ വായിച്ചത്. ബെസ്റ്റ് സെല്ലറാണ് ഇപ്പോൾ ഈ പുസ്തകം. 2025 ഏപ്രിലിൽ ആദ്യമായി പുറത്തിറങ്ങിയ ഈ പുസ്തകം ഞാൻ നവംബറിൽ കോഴിക്കോട് NBSൽ നിന്നാണ് വാങ്ങിയത്. ഈ പുസ്തകം അപ്പോൾ 30-ാം പതിപ്പായിരുന്നു. ഏവർക്കും മനസ്സിലാകുന്ന ലളിതമായ ആഖ്യാന ശൈലിയാണ് ഈ പുസ്തകത്തിൻ്റേത്. ഇപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് ഒരുപാട് പേർ അവരുടെ വായനാനുഭവങ്ങളും അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേർ ഈ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ വായനക്കാരെയും എല്ലാവരുടെയും ജീവിതവുമായി എവിടെയെങ്കിലും ബന്ധപ്പെടുത്താൻ സാധിക്കുന്നു എന്ന് തോന്നുന്നു. നമ്മൾ അനുഭവിക്കാത്ത യാഥാർത്ഥ്യങ്ങൾ മറ്റുള്ളവർക്ക് കഥകളാണ്. എന്നാൽ ഇത് ബാബു എബ്രഹാമിൻ്റെ കഥകളല്ല. കഥകളേക്കാൾ അത്ഭുതം സൃഷ്ടിച്ച കൽഭരണികളുടെ കുറിച്ചാണ്. ഒന്നുമല്ലായിരുന്ന അവസ്ഥയിൽ നിന്ന് മണവും രുചിയും മേന്മയുള്ളതുമായ വീഞ്ഞിനെ വഹിച്ച കൽഭരണികൾ. ഈ വായനയിൽ പലയിടത്തും അറിയാതെ കരഞ്ഞുപോയി. നന്ദികുന്നേൽ മേരി എന്ന ബാബു എബ്രഹാമിൻ്റെ അമ്മയുടെ ജീവിതം. അമ്മ പറഞ്ഞതുപോലെ ചെയ്ത യേശുക്രിസ്തു ലോകത്തിന് അത്ഭുതവും വെളിച്ചവുമായതുപോലെ അമ്മയുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും ബാബു എബ്രഹാമിൻ്റെ ജീവിതത്തെയും ഇപ്പോൾ മികവുള്ളതാക്കി. ചുറ്റും വെള്ളം പൊങ്ങുന്നുവെന്ന് കണ്ടാൽ നീന്തൽ വശമില്ല എന്നറിയാവുന്ന നീ പകച്ച് പേടിച്ച് അലമുറയിടരുത്. ആ വെള്ളപ്പാച്ചിലിൽ അവിടെ പൊങ്ങിക്കിടക്കുന്ന മരക്കഷ്ണങ്ങളിൽ പിടിച്ചു കയറി വെള്ളത്തിലങ്ങ് പൊങ്ങിക്കിടക്കണം. എന്നിട്ട് ഓളത്തിനൊപ്പം ഒഴുകുന്ന ശിഖരങ്ങൾ കാട്ടുവള്ളികളിൽ ചേർത്ത് വെച്ച് കെട്ടി ഒരു ചങ്ങാടമുണ്ടാക്കണം. കരപറ്റി കഴിയുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷമായിരിക്കണം തുഴഞ്ഞു നീങ്ങുമ്പോൾ നിന്റെ മനസ്സിൽ. തീരമെത്തിക്കഴിയുമ്പോൾ മറ്റാർക്കെങ്കിലും ഉപകരിക്കാനായി ആ ചങ്ങാടം വെള്ളത്തിലേക്ക് തള്ളിവിടണം. മുങ്ങിപ്പോകുമായിരുന്ന ആരെങ്കിലുമൊക്കെ ആ ചങ്ങാടം കയറി തീരമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സ്വാർത്ഥതയില്ലാത്തൊരാനന്ദമുണ്ടായിരിക്കണം. ആനന്ദമുണ്ട്, അതായിരിക്കണം നിന്നെ എന്നും നയിക്കേണ്ടത് എന്ന ഈ പുസ്തകത്തിലെ നന്ദികുന്നേൽ മേരി എന്ന ആ അമ്മയുടെ ഒരു ജീവിത വീക്ഷണം എത്ര മനോഹരമാണ്. ബാബു എബ്രഹാമിൻ്റെ ജീവിതാനുഭവങ്ങൾ ബാബു എബ്രഹാമിൻ്റെ മാത്രമായിരിക്കില്ല. നന്ദികുന്നേൽ മേരി എന്ന ആ അമ്മ മാത്രമല്ല, ഒരുപാട് അമ്മമാർ ഇങ്ങനെ ഇന്നും ഉണ്ട്. എല്ലാ കുട്ടികളുടെയും ബാല്യങ്ങൾ നല്ലതായിരിക്കട്ടെ. അവർ സന്തോഷത്തോടെ കളിക്കാനും പഠിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും സാധിക്കണം. സ്കൂളുകളും അധ്യാപകരും കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കുക. നല്ലൊരു ഗ്രഹാന്തരീക്ഷത്തിൽ ഓരോ കുട്ടികളും വളരാൻ ഇടയാകട്ടെ. അവരുടെ മനസ്സിലേൽക്കുന്ന ഓരോ ചെറിയ മുറിവും പിന്നീട് പല പ്രശ്നങ്ങളും അവരിൽ സൃഷ്ടിക്കും. ഇവിടെ ബാബു എബ്രഹാം തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി. മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഏത് ജോലിയും അഭിമാനത്തോടെ ചെയ്യണം. ജീവിതത്തിൻ്റെ അങ്ങേയറ്റം വരെ പരിശ്രമിക്കാം. മറ്റുള്ളവരെയും രക്ഷപ്പെടാൻ സഹായിക്കുക തുടങ്ങിയ ആ അമ്മയുടെ വീക്ഷണങ്ങൾ നാം പലപ്പോഴും പറയാറുണ്ട്. നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചാൽ നമ്മൾക്ക് എന്ത് കിട്ടും? ചിലപ്പോൾ നമ്മൾക്ക് പണി കിട്ടും. നന്മകൾ ലഭിച്ചവർ ഓർക്കുക പോലുമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇവിടെ ബാബു എബ്രഹാം തൻ്റെ ജീവിതത്തിൽ വഴിവിളക്കുകളായ ഓരോരുത്തരെയും കുറിച്ച് പറയുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുക എന്നത് ഒരു നിയമമൊന്നുമല്ല. എന്നാൽ ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ ആവശ്യമുള്ളവരെ സഹായിച്ചാൽ അവർ ഇതുപോലെ അത്ഭുതമായ കൽഭരണികൾ ആയേക്കാം. അത് മികച്ചൊരു പ്രതീക്ഷയാണ്. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, എന്തിനാ മറ്റുള്ളവരെ സഹായിച്ചാൽ എന്ത് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ അവനവൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചിലർ വേദനയോടെ തന്നെ പറയാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കും, പക്ഷെ അവർ പിന്നെ അതിനെക്കുറിച്ച് ഓർക്കുകയോ പറയുകയോ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ബാബു എബ്രഹാം തികച്ചും വ്യത്യസ്തനാണ്. തൻ്റെ ജീവിത നിലവാരം ഉയർന്നപ്പോൾ താൻ കടന്നു വന്ന വഴികൾ മറക്കാതെ അതിനെ ഓർത്ത് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഈ ഒരു പുസ്തകം എഴുതിയത്. അദ്ദേഹം ഇപ്പോൾ
ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കുന്ന സോഷ്യോളജി പഠിപ്പിക്കുന്ന അസോസിയേറ്റ് പ്രൊഫസറൊക്കെയാണ്. പക്ഷേ അദ്ദേഹം കടന്നു വന്ന വഴികൾ അദ്ദേഹം മറക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബാല്യകാലങ്ങളിൽ അനുഭവിച്ച സങ്കടങ്ങൾ, അദ്ദേഹം കഷ്ടപ്പാടുകൾ, കുട്ടിക്കാലം അദ്ദേഹത്തിന് ശരിയായി ഒന്ന് ആസ്വദിക്കാൻ സാധിച്ചില്ല. നല്ലൊരു കുട്ടിക്കാലം കിട്ടിയില്ല. കുട്ടിക്കാലത്തിന് ലഭിക്കേണ്ട കളികളോ ചിരികളോ ആർഭാടങ്ങളോ ഒന്നും, ഒരു പാരിതോഷികങ്ങളോ അംഗീകാരങ്ങളോ ഒന്നും കിട്ടാതെ, ഒരുപക്ഷെ അതിൻ്റെ തികച്ചും പ്രതികൂലമായ ചുറ്റുപാടുകളിൽ വളർന്ന നിർധനനും നിരാലംബനുമായ ഒരു ബാലന് ജീവിത പടവുകൾ കയറാനായത് നിരന്തരോത്സാഹത്തോടും ജീവിത മൂല്യങ്ങൾ മുറുകെ പിടിച്ചതുകൊണ്ടാണ്. അമ്മയുടെ വാക്കനുസരിച്ച് കരപിടിച്ചപ്പോൾ ബാബു തൻ്റെ പിൻഗാമികൾക്ക് വേണ്ടി വെള്ളത്തിലേക്ക് തള്ളിവിട്ട ചങ്ങാടമാണ് ഈ പുസ്തകമെന്ന് പറയാം. ചുറ്റിലും ലഭിച്ച അവജ്ഞയും അവഹേളനങ്ങളും അവഗണനകളും അവിശ്വസനീയമാംവിധം മറികടന്നതിൻ്റെ ജീവിതരേഖയാണ് ഈ പുസ്തകം എന്നാണ് അഷ്ടമൂർത്തി ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആഞ്ഞുകുത്തുന്ന അനുഭവങ്ങളുടെ പുസ്തകം. ശരിക്കും മറ്റുള്ളവർക്ക് ഒരു ചങ്ങാടമാണ്. നമുക്ക് പലപ്പോഴും പറയും, ഇപ്പോഴത്തെ ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്, നന്മകളില്ലാത്ത ലോകമാണ്, കുട്ടികളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്. പക്ഷേ ഒരു പ്രതീക്ഷയാണ്, ഒരു ചങ്ങാടം പോലെ ഈ ഒരു പുസ്തകം ഇത്ര അധികം വായിക്കപ്പെടുന്നുണ്ട്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ഒരുപാട് പേർ വായിച്ചു എന്നുള്ളതും വാങ്ങിക്കുന്നു എന്നുള്ളതും വളരെ വലിയൊരു പ്രതീക്ഷയാണ്. ലോകത്തിൽ ഇനിയും നന്മകൾ അവിശേഷിക്കുന്നു, നന്മകളുള്ള മനുഷ്യരുണ്ട് എന്നുള്ളത് കുഞ്ഞുങ്ങൾ പോലും ഈ പുസ്തകം വായിക്കുന്നു എന്നുള്ളത്, അതിനെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഈ പുസ്തകം പറ്റുമെങ്കിൽ ഈ പുസ്തകം എല്ലാവരും വായിക്കണം. കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ പറ്റിയൊരു പുസ്തകമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. പഠിക്കുക, അറിവ് നേടുക, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ, അവരവരുടെ ജീവിതത്തെ മനോഹരമാക്കാൻ, വിശാലമാക്കാൻ അറിവിന് സാധിക്കും. അങ്ങനെ മികച്ച അറിവ് നൽകുന്ന ഇടങ്ങളായി വിദ്യാലയങ്ങൾ മാറണം. അധ്യാപകരുടെ ഇടപെടൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതും ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഞാനൊരു അധ്യാപക കൂടി ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. അങ്ങനെ ഓരോ മേഖലയിലുള്ളവരും, ആത്മീയ മേഖലയിലുള്ളവർ, അദ്ദേഹം ഒരുപാട് അച്ഛന്മാരോടും തിരുമേനിമാരോടും ഒക്കെ അദ്ദേഹം സഹായം ചോദിക്കുന്നുണ്ട്. അതിൽ ചിലർ അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട്, ചിലർ അങ്ങനെ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നില്ല. എന്നാൽ മാർത്തോമാ സഭയിലെ തിരുമേനിയൊക്കെ അദ്ദേഹത്തെ വളരെയധികം സഹായിക്കുന്നു. അച്ഛൻ്റെ ഭാര്യയൊക്കെ അദ്ദേഹത്തെ സഹായിക്കുന്നു. അങ്ങനെ ചിലരൊക്കെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട് അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അവരൊക്കെ വഴിവിളക്കുകളായി മാറി. അങ്ങനെ നമ്മളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വഴിവിളക്കാവാൻ ഇടയാകണം എന്നുള്ളതാണ് ഈ പുസ്തകം നമ്മളോട് പറയുന്നത്. ബാബു എബ്രഹാമിൻ്റെ അപ്പൻ തൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് ഒളിച്ചോടുമ്പോൾ ഒറ്റയ്ക്ക് ഒരമ്മ 4 മക്കളുമായി ജീവിതത്തോട് പോരാടുന്ന ഒരു കഥ. നമ്മൾ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ 2 സൊല്യൂഷൻസ് ആണെന്ന് പറയും. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. ഒന്നെങ്കിൽ അതിനോട് പോരാടണം, അല്ലെങ്കിൽ അതിനോട് ഒളിച്ചോടണം. അവിടെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഫ്ലൈറ്റായി ആ സാഹചര്യത്തിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് വഴിമാറിയപ്പോൾ, അദ്ദേഹത്തിൻ്റെ അമ്മ, നന്ദികുന്നിൽ മേരി എന്ന അമ്മ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് ഫൈറ്റ് ചെയ്തു, പോരാടി. ഒരുപാട് അപകടങ്ങളും ഒരുപക്ഷെ സ്ത്രീകൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരെ കേൾക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും തൻ്റെ മക്കളെ തീവ്രമായി സ്നേഹിച്ചൊരമ്മയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മക്കൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. അവരുടെ പ്രത്യേകിച്ചും ബാബു എബ്രഹാമിനെ പഠിക്കുന്നതിന് വളരെയധികം പ്രോത്സാഹനം നൽകി, പഠിക്കുന്നതിന് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ആ അമ്മ മനസ്സിലാക്കി. വിദ്യാഭ്യാസത്തിലൂടെ തൻ്റെ മകന് ഔന്നത്യത്തിലെത്താൻ സാധിക്കുമെന്ന് ആ അമ്മ മനസ്സിലാക്കി. ഒരുപാട് കഷ്ടപ്പെട്ട് ആ അമ്മ മകനെ പഠിപ്പിക്കുന്നു. ജീവിത വിജയം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ജീവിതത്തിൽ വളരെ നല്ല ജീവിതം
ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള വിജയങ്ങളിലേക്ക് എത്തപ്പെടാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവർക്ക് ഒരു പ്രതീക്ഷ കൂടിയാണ് ഈ പുസ്തകം. വെറും സിദ്ധാന്തങ്ങളല്ല, ഇത് എങ്ങനെയാണ് അദ്ദേഹം മൂല്യങ്ങൾ ഉറച്ച് വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹം സ്വപ്നങ്ങൾ കണ്ടിരുന്നു. പ്രതീക്ഷകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നല്ല പ്രതീക്ഷകൾ അദ്ദേഹത്തിൻ്റെ ആ അമ്മ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം സ്വപ്നം കണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ച് ഔന്നത്യത്തിൽ എത്തി. എന്നാൽ ഏറെ നൊമ്പരപ്പെടുത്തുന്ന കാര്യമാണ് ആ അമ്മയ്ക്ക് ക്യാൻസർ വന്ന് മരിച്ചു എന്നുള്ളത്. ഒരുപാട് വേദനിപ്പിക്കുന്ന ഒന്നാണ്. ജീവിതം ഇങ്ങനെയാണ്. ആ അമ്മ ഒരുപാട് ആ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടുവെങ്കിലും ജീവിതത്തിൽ അവരുടെ ആ ഒരു കഷ്ടപ്പാടുകളൊക്കെ മാറി അവർ മികച്ചൊരു രീതിയിൽ വന്നപ്പോൾ ആ അമ്മയ്ക്ക് ആ ജീവിതം കാണാൻ പറ്റിയില്ല എന്നുള്ളത് വളരെയധികം വേദനിപ്പിക്കുന്നു. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരുടെ ജീവിതവും മനോഹരമാകണമെന്നുള്ളതാണ്. അതായത് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ ബാല്യകാലം എന്ന് പറയുന്നത് നല്ലൊരു ബാല്യകാലം ഓരോ കുട്ടികളുടെ അവകാശമാണ് എന്നുള്ളതാണ്. ശരിക്കും അവരുടെ അവർ വളരുന്ന വീടായാലും ഗ്രഹാന്തരീക്ഷം നല്ലൊരു ഗ്രഹാന്തരീക്ഷത്തിൽ ഓരോ കുട്ടിയും വളരണം എന്നുള്ളതാണ്. കാരണം അങ്ങനെ വളർന്നില്ല എങ്കിൽ അത് പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ നമുക്ക് പറയാൻ പറ്റില്ല, അത്രമാത്രം വളരെ വലുതാണ്. മാതാപിതാക്കളായാലും കുഞ്ഞുങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. മാതാപിതാക്കൾ നന്നായി തന്നെ അപ്പനും അമ്മയും നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തണം. അതുപോലെ തന്നെ അധ്യാപകർ സ്കൂളിൽ ഉള്ള നമ്മൾ കുഞ്ഞുങ്ങളെ പലപ്പോഴും ജഡ്ജ് ചെയ്യാറുണ്ട്. നമ്മളറിയാതെ അവർ പോകുന്ന അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന നൊമ്പരങ്ങൾ നമ്മൾ മനസ്സിലാകത്തില്ല. ഒരു പക്ഷേ കുട്ടികൾ അങ്ങനെയൊന്നും പറയത്തില്ല. ഞാനായാലും ചില കുട്ടികൾ അവർ എത്ര ചോദിച്ചാൽ പോലും അവരുടെ സങ്കടങ്ങൾ അവർക്ക് അത്രമാത്രം അവരുടെ ആത്മാഭിമാനം ഉള്ളതാണ്. ഓരോ കുഞ്ഞുങ്ങളും അവർ മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യും. അവർക്ക് ഇങ്ങനെയുണ്ട് അവരുടെ ഓരോ പ്രശ്നങ്ങളും നമ്മൾ ഇത്രമാത്രം ചോദിച്ചാൽ മാത്രമേ ഓരോ കുഞ്ഞുങ്ങളും പറയത്തുള്ളൂ എന്നുള്ളതാണ്.